This is what the sovereign Lord says. Come, breathe from the four winds and breathe into these slain that they may live. Yeah. So I prophesied as he commanded me, and breath entered them. They came to life and stood up on their feet as a vast army. ദൈവം ഇന്ന് ഈ സബ്ജക്റ്റ് വെറുതെ അല്ല എടുപ്പിച്ചത് കേട്ടോ. 2 മാസങ്ങൾ കൊണ്ട് സെയിം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഓരോ പ്രാവശ്യം ഇത് പ്രസംഗിക്കുമ്പോഴും ദൈവം മാറ്റി വേറെ കൊടുത്തോണ്ടിരിക്കുക. ഇന്ന് ഇവിടെ വന്ന ജനത്തോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. So I prophesied. എൻ്റെ വീട്ടിൽ വെച്ച് ദൈവം എന്നോട് എന്ത് കൽപ്പിച്ചുവോ, as he commanded me, and breath entered them. ഇവിടെ വന്ന് ദൈവം എന്നോട് പ്രവചിക്കാൻ പറഞ്ഞത് ഞാൻ ഇവിടെ പ്രവചിച്ച് കഴിഞ്ഞു. ഈ പ്രവചനം നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും കേറി കഴിഞ്ഞു. They came to life. ഇപ്പോൾ ആ ബ്രെത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും കയറി. നിങ്ങളുടെ മരിച്ച് ഉണങ്ങി വരണ്ട അവസ്ഥയിലായിരിക്കുന്നത് മുഴുവനും ജീവൻ വെച്ച് വന്നുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുന്തോറും, ഈ പ്രവചനം കേൾക്കുന്തോറും ജീവൻ വെച്ചുകൊണ്ടിരിക്കുക. Continue reading. Now, മരിച്ചിരിക്കുന്ന ഒരുവൻ എഴുന്നേറ്റ് എന്നല്ല പറയുന്നത്. They stood up on their feet as a vast army. ഒരു വലിയ പടക്കൂട്ടമായി എഴുന്നേറ്റത്. നിന്റെ നഷ്ടപ്പെട്ടത് ഒന്നല്ല, ഒന്നിന് 10 മടങ്ങ്. അങ്ങനെയാണെങ്കിൽ നിന്നെ നഷ്ടപ്പെട്ടത് 1000 ആണെങ്കിൽ 1000ന്റെ 10 മടങ്ങ് നിന്റെ ജീവിച്ച് വരാൻ പോകുകയാ. ഓ റിഗവാ. ഓക്കേ, ഇനി ഇവിടെ സാക്ഷ്യമായി ഓരോരുത്തരും വരണം. ദൈവം പ്രവചിക്കുന്നത് നിനക്ക് വിടുതൽ കിട്ടേണ്ട ശേഷം നീ നിന്റെ മനസ്സിൽ മടക്കി വെക്കാനുള്ളതല്ല. നിന്റെ ശത്രു നിന്റെ മുമ്പാകെ തോക്കണമെന്ന് പറഞ്ഞാൽ ആ സാക്ഷ്യത്തെ നീ ഈ മേടയിൽ വന്ന് പറയണം. അല്ലാതെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം തികഞ്ഞിട്ട് വന്ന് ഞാൻ പറയാന്ന് പറഞ്ഞാൽ നാളെ ഉള്ളത് നിനക്കുള്ളതല്ല. നീ ഇന്ന് പറഞ്ഞില്ല എങ്കിൽ നാളെ ഒരു പക്ഷെ നിന്നെ കാത്തു നിൽക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ നീ നന്മ പറയാൻ ഇച്ഛിക്കാത്തതായതുകൊണ്ട് നിന്നെക്കുറിച്ച് ദൈവം അത് ലജ്ജിക്കും. അതുകൊണ്ട് be ready for your prophecy. Be ready for your testimony. നിന്റെ അസ്ഥികൾ ജീവിച്ച് ഒരു സൈന്യമായി എഴുന്നേൽക്കും. നഷ്ടപ്പെട്ടത് ഇനി ഒന്നല്ല. എത്ര തന്നെ നിന്റെ നഷ്ടമായാലും നീ എണ്ണിക്കോ. ഒന്നിന് ഇരട്ടിയായല്ല, ഒന്നിന് 10 മടങ്ങെങ്കിൽ നിന്റെ 10 നഷ്ടപ്പെട്ടാൽ 10ന്റെ 10 മടങ്ങ് നിന്റെ ശത്രു നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് അവന് ഇട്ട് തരും. അതല്ല എങ്കിൽ പ്രവചിക്കുന്നത് ദൈവമല്ല. ഹല്ലേലൂയ. ദൈവം പ്രവചിച്ചാൽ നീ വിചാരിക്കാത്ത, നിന്റെ മനസ്സിൽ കൂടി പോകാത്ത, നിനക്കൊരിക്കലും തോന്നാത്തതാണ് ദൈവം പ്രവചിക്കുക. നിനക്ക് എന്താ സാധ്യമായി ഉണ്ടോ അതായിരിക്കും ദൈവം പറയുന്നത്. അതാണ് ദൈവം നടത്തുന്നത്. അത് സാധിപ്പിക്കും. Yes, go on. Continue. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികളുടെ നിങ്ങളെ പറ്റി ദൈവം ഓരോരുത്തരെ പറ്റി
Then he said to me, Son of man, these bones are the people of Israel. ദൈവത്തിന്റെ സ്വന്തം എന്ന് പറയുന്ന ജനത്തിന്റെ അസ്ഥികളായത്. They say, the Israel people say, our bones are dried up and our hope is gone. We are cut off. ഞങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ അസ്ഥിയിൽ നിന്നും വേർപെട്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലർ പറയുന്ന വാക്കുകളാണ് ഇത്. ചിലർ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചിലർ പറയുന്ന വാക്കാണിത്. എൻ്റെ ദൈവമേ, എൻ്റെ അസ്ഥികൾ മുഴുവനും ഉണങ്ങിയിരിക്കുന്നു. ഇന്നെൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവം പറയുന്നു, എൻ്റെ ജനം ഇസ്രായേൽ എൻ്റെ ജനമാണ്, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ സ്വത്താകുന്നു. ആ ജനമാണ് ഇന്ന് പറയുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഞങ്ങൾ വരണ്ടിരിക്കുന്നു, ഞങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ വേറിട്ടി. Therefore prophesy and say to them, this is what the sovereign Lord says, my people, I am going to open your graves. Oh Almighty God, I bow before you. I bow before my sovereign Lord. I bow before the sovereign Lord. Therefore prophesy and say to them, this is what the sovereign Lord says, my people. Therefore prophesy and say to them, ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക, പ്രവചിക്കുക, 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 പ്രവചിക്കുക. എൻ്റെ ജനത്തോട് പ്രവചിക്കുക. This is what the sovereign Lord, this is what the power, the supreme ruler, this is what the only one, this is what the Alpha and the Omega, this is what I am the I am. I am the I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇതാണ് അവൻ പറയുന്നത്. I am going to open your graves and bring you up from there. ഞാൻ നിങ്ങളുടെ ശവക്കല്ലറകളെ തുറന്ന്, oh God, oh God, oh God, oh God. ശത്രു വിചാരിച്ചു നിന്നെ തോറ്റു തുന്നമ്പാടി ആക്കി നാറ്റം വപ്പിച്ച് നിന്നെ ഈ ലോകത്തിൽ നിന്നും മുടിഞ്ഞവനാക്കി നിന്നെ അങ്ങോട്ട് നിന്റെ കല്ലറയെ കുഴിപ്പിച്ച് കുഴിച്ച് നിന്നെ അതിൻ്റെ അകത്തോട്ട് ആക്കുന്നതിൻ്റെ മുമ്പേ നിന്റെ കയ്യിന് കെട്ടിട്ട് നിന്റെ കാലിന് കെട്ടിട്ട് മൂക്കിന് പഞ്ഞും വെച്ച് നിന്നെ ഇങ്ങനെ കിടത്തി ഒരു പ്രതീക്ഷയുമില്ല നിന്നെ ഇറക്കി അവൻ ഒരു കല്ലും എടുത്തിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കല്ല് വെച്ചിട്ട് നിന്റെ പേര് എഴുതി വെച്ചിട്ട് നിന്റെ പേർ so and so, date, born and died so എഴുതി ശത്രു അടച്ചു വെച്ചു. അവൻ വിചാരിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും സംഭവിക്കത്തില്ല, ഇവൻ മുടിഞ്ഞു പോയി. അവിടെ ഇസ്രായേൽ ജനം പറയുന്ന ഒരു വാക്കുണ്ട്, ഒന്ന് വായിച്ചാട്ടെ കൊച്ചേ. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഭംഗം വന്നു. ഇനി ഒരു ട്രാൻസ്ലേഷന് വീട്ടിൽ വായിച്ച് കേൾപ്പിച്ചു, ഞങ്ങൾ മുടിഞ്ഞു പോയി എന്നാണ് ആ ട്രാൻസ്ലേഷൻ പറയുന്നത്. ഇവിടെ പലരും വിചാരിച്ചു നിങ്ങൾ മുടിഞ്ഞു പോയി എന്ന്. എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് പറയാ, നിന്നെ കുഴിക്ക് അകത്തി ഇറക്കി നിന്റെ മേലെ മണ്ണും ഇറച്ച് നിന്നെ കെട്ടി വെച്ച് ഇനി നീ ഒരിക്കലും എഴുന്നേക്കത്തില്ല. ഇനി നിനക്ക്
ഒരിക്കലും ശ്വാസം വരത്തില്ല. ഇനി നിന്റെ കൈകൾ കെട്ടപ്പെട്ടു, ഇനി നിന്റെ കാലുകൾ കെട്ടപ്പെട്ടു, ഇനി നിന്നെ കിടത്തി കഴിഞ്ഞു, ഇനി നിന്റെ മേൽ മണ്ണിട്ടു, ഇനി നിന്റെ മേൽ കല്ല് വെച്ച് എഴുതി so and so, dated so and so എന്നൊക്കെയും എഴുതി വെച്ചു. അവൻ വിചാരിച്ചു അവന്റെ ആഗ്രഹം നിവർത്തിയായി. എന്നാൽ എൻ്റെ ദൈവം എന്ന് വാഗ്ദത്തം പറയുന്നു, therefore prophesy and say to them, this is what the sovereign Lord says, my people, എൻ്റെ ജനമേ, ശത്രുവായവൻ നിന്റെ കണ്ണും കെട്ടി, നീ മരിച്ചു എന്ന് പറഞ്ഞ് കയ്യും കെട്ടി, നിന്റെ കാലിനെ കെട്ടി, എന്നിട്ട് നിന്റെ മൂക്കിൽ പഞ്ഞും വെച്ച് അവൻ വിചാരിച്ചു നീ തോറ്റ്. ഇനി അവന്റെ മുമ്പാകെ അടിയറ വെച്ചു. ഇനി നിന്റെ പേരെഴുതി കഴിഞ്ഞു, ഇന്ന ആള് ഇന്നാം ദിവസം ജനിച്ചു, ഇന്നാം ദിവസം മരിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതുവരെയും നീ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവം പ്രവചിക്കുക, I am going to open your graves. Oh, I am going to open your graves. അവൻ പേരെഴുതി നിന്റെ ശവത്തിന്റെ മേലെ അവൻ ഒരു വലിയ ഭാരമുള്ള കല്ല് നല്ല ഡിസൈൻ ഒക്കെ ചെയ്തിട്ടാണ് നിന്റെ ശരീരത്തിന്റെ മേലെ അവൻ വെച്ചത്. പക്ഷെ ദൈവം ആദ്യം മാറ്റാൻ പോകുന്നത് ആ ഡേറ്റിനെയാണ്. നിന്റെ രോഗം വെച്ച് നീ മരിച്ചു പോകുമെന്ന് നിന്നോട് എഴുതി വെച്ച സമയം അതിന് ദൈവം പറിച്ചു മാറ്റുക. ദൈവം അവിടെ എഴുതിയിരിക്കുന്ന പേരിന് ആദ്യം അങ്ങോട്ട് മായ്ക്കും. ആ കല്ലിന്റെ മേലെ, ശവക്കല്ലറിന്റെ മേലെ വെച്ചിരിക്കുന്ന ആ കല്ലിന്റെ മേലെ കൊത്തി വെച്ചിരിക്കുന്ന ആ പേരിന് ആദ്യം അങ്ങോട്ട് മായ്ക്കും. എന്നിട്ട് ഡേറ്റ് അങ്ങോട്ട് മാറ്റും. ബോൺ കറക്റ്റാ, പക്ഷെ ഡൈഡ് അതങ്ങ് മാറ്റും. അത് നിനക്ക് വന്നിട്ടില്ല. അത് നിനക്ക് ശത്രു നീ എത്രത്തോളം ജീവിക്കൂ എന്ന് അവൻ തീരുമാനിക്കണ്ട. അത് എൻ്റെ ദൈവത്തിൻ്റെ കയ്യില. ഞാൻ മരിക്കത്തുമില്ല, ഞാൻ അങ്ങോട്ടങ്ങ് ട്രാൻസ്ഫർ ആവത്തേ ഉള്ളൂ. ഓ, അത് കഴിഞ്ഞ 1000 ആണ്ടുകൾ ഇതുവരെയും ഞാൻ ആരാധിച്ചിരുന്ന, ഞാൻ വിശ്വസിച്ചിരുന്ന, ഞാൻ ഇതുവരെയും കാണാതെ എൻ്റെ നാഥനെ ഞാൻ 1000 ആണ്ടുകൾ ഞാൻ കാണും. എനിക്ക് മരണമുണ്ടാകയില്ല. ആ ഡൈഡ് എന്നുള്ള അതിനെയും കൂടി അങ്ങ് മാറ്റും. എന്നിട്ട് ഈ കല്ലങ്ങെടുത്തിട്ട് മാറ്റും. എന്നിട്ടേ അടച്ചു വെച്ചിരിക്കുന്ന ആ മണ്ണുണ്ടല്ലോ, അതെൻ്റെ ദൈവം ദേഷ്യം കൊണ്ട് മാന്തി അങ്ങ് പൊളിക്കും. അതാണ് സിംഹങ്ങളിലാകുമ്പോൾ കൈ ഇങ്ങനെ പോകുന്നല്ലോ, ഇങ്ങനെ പോകുമ്പോൾ ആ കല്ലറകളെ നിങ്ങൾ തന്നെ മാന്തി പൊളിക്കുക. ശത്രുവാണോ നിന്റെ കാര്യത്തെ അവൻ്റെ കയ്യിലാണോ? അവനാണോ ഉദ്ദേശിക്കുന്നത്? അവനാണോ തീരുമാനിക്കുന്നത്? നീ ആരെന്ന് ദൈവം നിനക്ക് മനസ്സിലാക്കി തന്നു. ഇപ്പൊ നീ ആട്ടുംകുട്ടിയല്ല, നീ വേറെ ഒരു കുട്ടിയുമല്ല, നീ സിംഹമാണ്. അതുകൊണ്ട് സിംഹം അവൻ മെല്ലെ ഊതത്തില്ല, അവൻ ഇങ്ങനെ തള്ളത്തില്ല, അവൻ മാന്തി പൊളിക്കും. ശത്രു വിചാരിച്ചേ മുടിഞ്ഞു പോയി, കഴിഞ്ഞു, അവന്റെ കഥ കഴിഞ്ഞു. പക്ഷെ അവനറിയോ നമ്മൾ അവന്റെ കഥ കഴിക്കാൻ വന്നിരിക്കവനാണ്.
ദൈവം, I am going to open your graves and bring you up from them. I will bring you back to the land of Israel. നീ എവിടെ നിന്റെ ശത്രുവിനെ ഭയപ്പെട്ട് നീ വീടും വിറ്റ്, അല്ലെങ്കിൽ ശത്രു ആ വീടിനെ കവർച്ച ചെയ്ത് നിന്നെ ആ ദേശത്തിൽ നിന്ന് ഓടിപ്പിച്ചോ, അതേ ദേശത്തിലേക്ക് നീ ഇപ്പോൾ മടങ്ങി പോകുന്നത് നീ തോറ്റവനായിട്ടല്ല, നീ തോറ്റവളായിട്ടല്ല. പിന്നീട് നീ പോകുന്നത് ആ ദേശത്തെ തന്നെ അടക്കി ഭരിക്കുവാനുള്ള പണമായി തന്നെ. തോൽക്കാൻ എനിക്ക് മനസ്സില്ല, കരയാൻ എനിക്ക് മനസ്സില്ല. സത്യം ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു, സിംഹമാണെന്ന്. തോൽക്കാൻ എനിക്ക് മനസ്സില്ല, കരയാൻ എനിക്ക് മനസ്സില്ല. സത്യം ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു, ഒരു സിംഹമാണെന്ന്. ഓ ഓ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, കരയാൻ എനിക്ക് മനസ്സില്ല. സത്യം ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു, ഒരു സിംഹമാണെന്ന്. ഓ ഓ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, കരയാൻ എനിക്ക് മനസ്സില്ല. സത്യം ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു, സിംഹമാണെന്ന്. Hallelujah. Glory. Glory. Glory to my sovereign Lord who is prophesying to you. I will bring you back to the land of Israel. നീ തൊട്ട് ഭയന്ന് വിഷമിച്ച് കരഞ്ഞ് ഓടിപ്പോയ, ദേശം വിട്ടു പോയ സ്ഥലത്തേക്ക് നീ തിരിച്ചു വരുമ്പോൾ, നീ പോകുമ്പോൾ നിന്റെ പോക്കറ്റിൽ ഒന്നുമില്ല. നീ പോകുമ്പോൾ വെറും 2 തുണി എടുത്തിട്ട് ഒറ്റ ഓട്ടം ഓടിയതാ. നീ പോകുമ്പോൾ ഇരുട്ടായിരിക്കുമ്പോഴാണ് നീ ഓടിയത്. എന്നുവെച്ചാൽ നിന്നെ ആളുകൾ കണ്ട് തമാശയാക്കും, അവർ കളിയാക്കും, ഇതാ തോറ്റവൻ, ഇത് തോറ്റവന്. നീ പോകുമ്പോൾ ഒന്നുമില്ല. നീ പോകുമ്പോൾ നിന്റെ തലയിൽ മുണ്ടിട്ടുണ്ടാണ് പോയത്. പക്ഷെ ഒരു കാലം season is changing. Your season is changing. Your season is changing. The Lord says, my sovereign Lord says, my supreme authority says, the Alpha and the Omega says, the I am, the I am says, I will bring you back to the land of Israel. നീ വിട്ടു ഓടിപ്പോയിരിക്കുന്ന അതേ ദേശം, ഏതാ ദേശം എന്നുള്ളത് നിനക്ക് മറക്കാൻ പറ്റില്ല. ഏതാ ദേശം നീ മാറിപ്പോയത്, നീ വിട്ടുപോയത്, നീ ഭയപ്പെട്ട് പോയതെന്നൊന്നും നിനക്ക് മറക്കാൻ പറ്റത്തില്ല. ആ വേദന ഇപ്പോഴും നിന്റെ മനസ്സിൻ്റെ ഉള്ളില. നിന്റെ നഷ്ടം നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുക. ആ നഷ്ടപ്പെട്ട നിന്നെ ദൈവം തിരികെ നീ ഓടിപ്പോയ ദേശത്തിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുക. നിന്നെ മടക്കി കൊണ്ടുവരുമ്പോൾ നിനക്ക് ഇപ്പൊ തലയിൽ മുണ്ടിടണ്ട, നിനക്ക് തല കുനിക്കണ്ട, നീ ഒരുവന്റെ മുമ്പാകെ മുട്ട് മടക്കണ്ട, അയ്യോ നാളെ തരാമെന്ന് പറയണ്ട. നിന്റെ ഒന്ന് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. നീ തിരികെ പോകുമ്പോൾ നിന്റെ ക്യാരി ചെയ്യാൻ ഒരു കാരവനും കൂടി പുറകെ വരും. പിന്നെ ഉണ്ടല്ലോ നിന്റെ നന്മ നിന്റെ പുറകെ ഫോളോ ചെയ്യും. നീ മുമ്പാകെ രാജാവിനെ പോലെ നടക്കത്തേ ഉള്ളൂ, പക്ഷേ നിന്റെ പുറകെ നിന്റെ നന്മ വണ്ടി 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 പിടിച്ചു വരുന്നേ. അവൻ നടന്നു വരത്തില്ല, അവൻ നടന്നു വരത്തില്ല.
അവ വണ്ടി പിടിച്ചു വരും. നിന്റെ നഷ്ടപ്പെട്ട എല്ലാം നിന്റെ പുറകെ വരും. I will bring my people Israel into their own land. എന്താണ് എഴുതിയിരിക്കുന്നത്? നഷ്ടപ്പെട്ട് ഏത് സാഹചര്യത്തിൽ എന്താണോ നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിന്റെ ആരോഗ്യമാണോ, നിന്റെ പണമാണോ, നിന്റെ മക്കളാണോ, നിന്റെ ഭർത്താവാണോ, നിന്റെ കുടുംബ ജീവിതമാണോ, നിന്റെ ശുശ്രൂഷയാണോ, നിന്റെ പ്രതീക്ഷ, എന്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, എല്ലാം മടങ്ങി വരിക. നീ നഷ്ടപ്പെടുത്തിയതിനേക്കാളും നീ ഒന്ന് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 10 മടങ്ങിന് മേലെ നീ തിരികെ വരും. നീ തിരികെ വരും. നീ തിരികെ വരും. നന്മയും കരുണയും എന്റെ ആയുസ്സിൽ അന്ത്യത്തോളം എന്നെ പിന്തുടർന്നിടുമേ. നന്മയും കരുണയും എന്റെ ആയുസ്സിൽ അന്ത്യത്തോളം എന്നെ പിന്തുടർന്നിടുമേ. എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല, ഓ എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല. യേശുവിൻ സേനകൾ നാം ജയം നമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയ മക്കൾ നാമല്ലോ, ജയം നമുക്കുണ്ടല്ലോ. ജയം നമുക്ക് മാത്രമേ ഉള്ളൂ. ശത്രു ജയിച്ചതും മതി, അവൻ കുഴി വെട്ടിയതും മതി, എന്റെ കാല് കെട്ടിയതും മതി, എന്റെ മൂക്കിൽ പഞ്ഞി കെട്ടിയതും മതി. ഇനി എന്നെ ദൈവം ഉയർപ്പിച്ചിരിക്കുക. എന്റെ ശവക്കല്ലറിയെ മാന്തി മാറ്റിക്കളഞ്ഞു. ഇനി അവന്റെ ജീവശ്വാസം എന്റെ ഉള്ളിൽ ഊതി. ഇനി ഞാൻ ജീവനുള്ള ഒരു ജീവിയായി ഞാൻ എഴുന്നേൽത്തു. ഇനി എന്റെ ശ്വാസത്തിന്റെ കീഴിലാണ് ശത്രു. ഇനി എന്റെ ശ്വാസത്തിന്റെ കീഴിലാണ് അവൻ. എന്റെ ശ്വാസത്തിന്റെ കീഴിൽ മുണ്ടിട്ട് പോകേണ്ട ദിവസങ്ങൾ കഴിഞ്ഞു. തല ഉയർത്തി നടക്കേണ്ട സമയങ്ങൾ വന്നു. മുട്ട് മടക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു. മറ്റുള്ളവൻ ശത്രു നിന്റെ മുമ്പാകെ മുട്ട് മടക്കേണ്ട ദിവസങ്ങൾ വന്നു. നാളെ എന്ന് പറയുന്ന സമയം കഴിഞ്ഞു. ഇപ്പോൾ അവന്റെ സകലതും വെട്ടിപ്പിടിക്കേണ്ട സമയമായി കഴിഞ്ഞു. നാളെ വാ എന്ന് പറയേണ്ട സമയം കഴിഞ്ഞു. മടങ്ങി നിന്റെ ദേശത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുമ്പോൾ നാളെ എന്ന് സമയം പറയുവാനല്ല, ഇതോ നിന്റേതും. നീ എന്തെല്ലാം ലാൻഡിൽ പൊസസ് ചെയ്യുന്നോ, പറ്റുവാണെങ്കിൽ ആ മുഴു സ്റ്റേറ്റ് എന്റേതാ. ഇനി യെബൂസിയരെ ഒരു കാലത്തിൽ പറഞ്ഞു, എടാ ദാവീദേ, ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയത്തില്ല, ഞങ്ങൾ എത്ര ശക്തിയുള്ളവരാ, ഞങ്ങളെ ഇന്ന ആളുകൾ ജയിക്കാൻ വന്നു, പറ്റിയില്ല, ഞങ്ങൾ വീരന്മാരാണ്, ശൂരന്മാരാണ്, ഞങ്ങളുടെ ശക്തിയെ കണ്ടോ, ഞങ്ങളുടെ ബലത്തെ കണ്ടോ, ഞങ്ങളുടെ മുഖത്തെ കണ്ടോ, ഞങ്ങളുടെ എല്ലാം കണ്ടോ എന്ന് പറഞ്ഞപ്പോഴേ ദാവീദ് ഒന്നും പറയാൻ പോയില്ല. പക്ഷെ അവൻ ആശ്രയിച്ചിരുന്ന കനാൽ വെട്ടിയിരുന്നു. ഭൂമിക്കടിയിൽ നിന്നും അവന് വെള്ളം മേലോട്ട് കൊണ്ടുപോകുവാൻ ഒരു കനാൽ വെട്ടിയിരുന്നു. ശത്രു വിചാരിച്ചു പല മണ്ടന്മാരായിരിക്കുന്ന ശത്രുക്കൾ മലയുടെ മേലെ കയറിപ്പോയി. യെരൂശലേം പട്ടണം മലയുടെ മേളിലായിരിക്കുന്നത്. പല ശത്രുക്കൾ കയറിപ്പോയത് മലയുടെ മേളിൽ കൂടിയാ. ഈ ശത്രുക്കൾ കയറി പോകുമ്പോൾ ഈ യെബൂസ്യർ ഇവരെയൊക്കെ വെട്ടി വീഴ്ത്തും, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇവിടെ മണ്ട സ്വഭാവം, ഇവൻ ബുദ്ധി വിചാരിച്ചു പണ്ട് അവന്റെ ശത്രുവിനെ പോലെ തന്നെയാ ഈ ദാവീദെന്ന്. ഇവന് വല്ല അറിയോ? ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്നവനാ ദാവീദ്. A man behind my own heart എന്ന് വിളിച്ചതാണ് ദൈവം ദാവീദിനെ.
ആ ദാവീദിനെ ജയിക്കണം ഇച്ചിരി ബുദ്ധിമുട്ടണം. A man behind God's heart. A man behind God's heart എന്ന് പറഞ്ഞാൽ God will reveal all his secrets. God will not only reveal God's secrets, but God will reveal his enemy's secrets also. മനസ്സിലായോ? ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ, അത് പറയാൻ അറിയത്തില്ല. എന്തോ പറഞ്ഞോ, എനിക്ക് ഇപ്പൊ കേൾക്കത്തില്ല. ദാവീദ് ഹൃദയത്തെ വെച്ചുകൊണ്ടിരിക്കുക ദൈവത്തെ. അപ്പൊ ആ ദാവീദിന് ദൈവം തന്റെ സീക്രട്ട് മാത്രം വെളിപ്പെടുത്തിയല്ല, ദാവീദിന്റെ ശത്രുവിന്റെ സീക്രട്ട് അടക്കം ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ ഈ ശത്രു ഏതിലാ ആശ്രയിക്കുന്ന എന്നുള്ളത് ദൈവം ദാവീദിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദാവീദ് മലയുടെ മേലെ കൂടി കയറാതെ ശത്രു ഏതിൽ ആശ്രയിച്ചോ ആ ആശ്രയത്തിൽ കൂടി അവൻ നുഴഞ്ഞു കയറി. അവൻ മേലെ നിന്ന് യെബൂസ്യർ മലയുടെ മേലിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ദാവീദ് വരും. ദാവീദ് മേലെ കയറി ആ പട്ടണത്തെ നിനക്കൊരിക്കലും ഇവിടെ കയറുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ശത്രു വെല്ലുവിളിച്ച ശത്രുവിന്റെ മുമ്പാകെ ശത്രു എന്താ പറഞ്ഞ, ഇവിടെ ഇരിക്കുന്ന ചില കുരുടന്മാരും ചില മുടന്തന്മാർ മതി നിന്നെ തോൽപ്പിക്കാൻ. പക്ഷെ ഞാൻ പറയട്ടെ, കുരുടനും മുടന്തരും നിന്നെ തോൽപ്പിച്ച് കളയും, നിന്നെ നാട്ടക്കടത്തും. എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യുവാൻ നിനക്ക് ആയോന്ന് ചോദിക്കുന്നവൻ നിന്റെ മുമ്പാകെ വന്ന് മുട്ടും മടക്കം. യെബൂസ്യർ എന്താ പറഞ്ഞേ? കുരുടന്മാർ മുടന്തന്മാർ മതി നിന്നെ തോൽപ്പിക്കാൻ, ഞങ്ങൾ ആരെന്ന് നീ അറിഞ്ഞില്ലേ? ദാവീദ് മിണ്ടാതെയായി. ദൈവം ദാവീദിനെ വെളിപ്പെടുത്തി കൊടുത്തു. ഇതാ മകനെ, വാ, ഞാൻ മുന്നോട്ട് പോകാം, നീ എന്നെ ഫോളോ ചെയ്. ഞാൻ മുന്നോട്ട് പോകാം, നീ എന്നെ ഫോളോ ചെയ്താൽ മതി. നീ ഒറ്റയ്ക്ക് പോകണ്ട. ഞാൻ നിന്നോട് കൂടെ. ഓ റീബ, ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട് നിന്നെ ഒറ്റയ്ക്ക് വിടുന്നവനല്ല. ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട് നിന്റെ കൂടെ നടക്കും, നിന്റെ മുമ്പാകെ നടക്കും, നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. എന്താന്ന് വെച്ചാൽ ജയം അത് അവൻ്റെതാണ്. എൻ്റെ ദൈവത്തിൻ്റെ ജയമാണ്. നിന്നെ നാണം കെടുത്തിയവനല്ലേ. അതുകൊണ്ട് നീ ചിരിക്കുന്ന മുഖം കാണാൻ ദൈവം കൊതിച്ചിരിക്കുക. അതുകൊണ്ട് നിന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ട് വീട്ടിൽ കയറി ഇരിക്കത്തില്ല. എൻ്റെ ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട് നിന്റെ കൂടെ തന്നെ നടക്കും. നിന്റെ കരഞ്ഞ മുഖം മാറി നീ നിന്റെ ചിരിക്കുന്ന മുഖം കാണുവാൻ എൻ്റെ ദൈവം നിന്റെ കൂടെ നടക്കും. I will bring you back to the land of Israel. Okay. Then you, my people, will know that I am the Lord when I open your graves and bring you up from them. അടുത്തത്, I will put my spirit in you and you will live, and I will settle you in your own land. Then you will know that I, the Lord, has spoken and I have done it, declares the Lord. Oh my God, oh my God, oh my God. വാഗ്ദത്തം പറഞ്ഞു, പ്രൊഫസി പ്രവചിക്കാൻ പറഞ്ഞു. എൻ്റെ വേല പ്രവചിക്കുക, അത്രയേ ഉള്ളൂ. എന്നിൽ ഒന്നുമില്ല, പക്ഷെ എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഈ വായെടുത്ത് സംസാരിക്കുന്നു എങ്കിലും എൻ്റെ ശബ്ദം അവൻ്റെ ശബ്ദമാ. എൻ്റെ ശബ്ദം എൻ്റെ സ്വന്തമല്ല, എൻ്റെ ശബ്ദം എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമാ. I am the voice. I am the voice. God told me to prophesy and I did my duty. അവൻ പറഞ്ഞു, നീ എവിടെ നിന്ന് ഏതിൽ നിന്ന് ഓടിപ്പോയോ അവിടേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവന്ന് നിന്നെ സ്ഥിരപ്പെടുത്തും. നീ ഇനി അവിടെ നിന്ന് ഓടേണ്ട ഗതികേട് നിനക്ക് വരത്തില്ല.
നീ അവിടെ സ്ഥിരപ്പെടുത്തും. ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തും. അത് നിന്റെ സ്വന്തം ദേശമാക്കി ദൈവം മാറ്റി തീർക്കും. ദാവീദ് എന്താ പറഞ്ഞേ? യെബൂസ്യർ ദാവീദിനോട് എന്താ പറഞ്ഞേ? നിനക്ക് ഒരിക്കലും ഈ ദേശത്തിലേക്ക് വരാൻ പറ്റത്തില്ല, നിന്നെ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നാണ് ദാവീദിനോട് യെബൂസ്യർ പറഞ്ഞത്. പക്ഷെ യെബൂസ്യർ വിചാരിക്കുന്നതിന്റെ മുമ്പേ ദാവീദും തൻ്റെ ജനങ്ങളും നുഴഞ്ഞു കയറി ദൈവം മുമ്പാകെ പോയി. ദാവീദ് പുറകെ ഫോളോ ചെയ്തു. പോയിട്ട് അവൻ താഴോട്ട് നോക്കി നിൽക്കുമ്പോൾ, യെബൂസ്യർ ശത്രു താഴെ നോക്കി നിൽക്കുമ്പോൾ, അവിടെ പോയി പട്ടണത്തെ കൈവശമാക്കി അവിടെയുള്ള ജനത്തെയൊക്കെയും വെട്ടി വീഴ്ത്തി അവൻ ആ പട്ടണത്തെ കൈവശമാക്കി. അവൻ എഴുതി, ഇനി ഈ പട്ടണം പേരറിയപ്പെടുന്നത് ദാവീദിന്റെ പട്ടണം, ദാവീദിന്റെ പട്ടണം, സിറ്റി ഓഫ് ഡേവിഡ്, സിറ്റി ഓഫ് ഡേവിഡ്. നിന്നെ കൊണ്ട് സാധിക്കത്തില്ലേ? നിന്നെ കൊണ്ട് പറ്റത്തില്ലേ? നിന്നെ കെട്ടുക നീ ആര്? ശത്രു ഇപ്പോൾ മനസ്സിലാക്കി. ഇനി നീ പേടിച്ച് ഓടിപ്പോയ സ്ഥലത്തിന്റെ പേരിട്ടോ, നിന്റെ സ്ഥലം, നിന്റെ പേരിട്ടോ, നിന്റെ പേരിട്ടോ. നിന്നെ എവിടെ നിന്ന് ഓടിച്ചോ അവിടെ നിന്നും ആ പട്ടണം അറിയപ്പെടേണ്ടത് ഇനി നിന്റെ പേരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാനല്ല സംസാരിച്ചത്. The sovereign Lord, the supreme ruler, the one and only, the I am spoke to you. All glory to God, all glory to God. ഞാൻ എഴുതിക്കൊണ്ട് വന്ന് ഒരു പേപ്പറും പോലും പ്രസംഗിക്കാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴേ ശത്രു പറഞ്ഞു, നിന്നോട് ദൈവം എല്ലാം ഇടപെട്ടോണ്ടിരിക്കുകയല്ലേ, നീ അല്ലേ എന്നും എന്തൊക്കെ കണ്ടോണ്ടിരിക്കുന്നേ, ഒന്നും ഉറങ്ങിക്കോ. ഇന്ന് നീ കുറേ യാത്ര ചെയ്യേണ്ടത്, കുറേ പേർക്ക് പ്രാർത്ഥിക്കണോ, അതൊക്കെ ഉണ്ടല്ലോ, അപ്പം നീ അങ്ങോട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ശത്രുവിനോട് പറഞ്ഞു, ദിസ് ഈസ് ദ ഫൈനൽ ഡേ. ഫൈനൽ മാച്ചിന് ക്രിക്കറ്റേഴ്സ് ഉറങ്ങാറില്ല. ഫൈനൽ മാച്ചിനെ കളിക്കുന്നവർ, പ്ലേയേഴ്സ് ഒരിക്കലും ഉറങ്ങാറില്ല. അവർ രാവിലെ എഴുന്നേക്കും, അവർ എക്സസൈസ് ചെയ്യും, അവർ എക്സസൈസ് ചെയ്യും, അവർ എങ്ങനെ കളിക്കണമെന്നൊക്കെ ഒന്ന് കളിച്ച് നോക്കും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം വിശ്വാസം പ്രഖ്യാപിക്കും. അവർ ഒരുമിച്ച് നിന്ന് അവർ വിശ്വാസം പ്രഖ്യാപിക്കും. എന്നിട്ട് അവർ വിളിച്ചു പറയും, നമ്മൾ ജയിക്കും, നമ്മൾ ജയിക്കും, നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു കപ്പും കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് അവർ വിളിച്ചു പറയും. അത് കഴിഞ്ഞതിന് ശേഷം അവർ കളിക്കാൻ വേണ്ടി പോകും. അവർ പോകുമ്പോൾ അവർ രാജാക്കന്മാരെ സിംഹങ്ങളെ പോലെ ആണ് പോകുന്നത്. പോകുമ്പോൾ ഓരോന്നും അവർക്ക് ആ വിജയം, അവർ വിജയിച്ച് വന്നതിൻ്റെ ശേഷം അവർ എന്ത് പറഞ്ഞോ, അവർ എന്ത് ഏറ്റു പറഞ്ഞോ, അതും കൊണ്ട് അവർ പൊക്കി പിടിക്കും. ഓ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ശത്രുവേ, നിന്റെ ശബ്ദവും അറിയാം, ദൈവത്തിൻ്റെ ശബ്ദവും അറിയാം. ആടുകൾക്ക് തൻ്റെ ഇടയൻ്റെ ശബ്ദം നന്നായി അറിയാം, നന്നായി അറിയാം. ഇന്നെൻ്റെ മാച്ചാ, ഇന്നെൻ്റെ ഫൈനൽ ഡേയാ. ദൈവം ഇത്രയും ദിവസം ഇടപെട്ടത്, ഇത്രയും ദിവസം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നത്, ഇത്രയും നേരം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കേട്ടത്, ഇത്രയും ദിവസം ദൈവത്തോട് യാത്ര ചെയ്തത്, ഇത്രയും ദിവസം ദൈവം പറയുന്നത് ഓരോന്നോരോന്നും എഴുതി വെച്ചത് നഷ്ടപ്പെടുത്തുവാൻ ശത്രുവിന് ഒരൊറ്റ നിമിഷം മതിയായിരുന്നു. പക്ഷേ ഞാൻ തീരുമാനിച്ചു, അതിനല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു ദിവസം ഒരുക്കി വെച്ചു എങ്കിൽ അതിൻ്റെ വിജയം കണ്ടിട്ടേ ഞാൻ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയാനാ വന്നത്. പക്ഷെ ഈ എക്സ്പീരിയൻസ് മതി. ദൈവം പറയുന്നത് മതി നമുക്ക്. അല്ലാതെ നമ്മൾ തീരുമാനിച്ച് വരുന്നത് നടക്കേണ്ട. ദൈവം തീരുമാനിക്കുന്നത് നമുക്ക് നടത്തുന്നാ മതി. ദൈവം ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രവചനം ഈ വന്നവരിൽ മാത്രമല്ല, ഈ പ്രവചനം നിങ്ങളോടും കൂടിയാണ്. നിങ്ങൾ ഒരു പക്ഷെങ്കിലും കിലോമീറ്ററുകൾ അപ്പുറത്തുമായിരിക്കാം. ഒരു പക്ഷെങ്കിൽ കിലോമീറ്ററുകൾ, നാളുകൾ വേണം അവിടേക്ക് എത്താൻ. പക്ഷേ ദൈവത്തിൻ്റെ വാക്കുണ്ടല്ലോ, ഒന്ന് ശ്വസിച്ചാൽ നിങ്ങൾ ഉള്ള സ്ഥലത്തിൽ ഈ വാഗ്ദത്തം എത്തിച്ചേർന്നു. അത് നിങ്ങളുടെയായി എടുത്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാഗ്ദത്തം നിങ്ങളിൽ നടക്കാൻ പോകുകയാണ്. ഈ വാഗ്ദത്തം ജീവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ടെസ്റ്റിമോണിയായിട്ട് ഇങ്ങോട്ട് വരാം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.